നമസ്തേ. നിങ്ങൾ ഈശ്വരവിശ്വാസിയാണോ? ആ ഈശ്വരവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനും ആനന്ദം കണ്ടെത്തുന്നതിനും ആശ്വാസം കണ്ടെത്തുന്നതിനുമായി നിരന്തരം ക്ഷേത്ര ദർശനം നടത്താറുണ്ടോ? എങ്കിൽ ഒരു 10 മിനിറ്റ് പരമാവധി ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. പല തിരക്കുള്ളവരാണ് എങ്കിലും അപേക്ഷിക്കുകയാണ്. അർത്ഥമറിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ തലമറിഞ്ഞായിരിക്കണം ഏത് പ്രവൃത്തിയും ചെയ്യേണ്ടത് എന്ന് പഴമക്കാർ പണ്ടേ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തലത്തെ ഒന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു എളിയ ശ്രമമായി കരുതിയാൽ മതി. എന്താണ് ക്ഷേത്രദർശനം ലക്ഷ്യം വെക്കുന്നത്? എന്തിനാണ് ക്ഷേത്രദർശനം? എപ്രകാരമായിരിക്കണം ക്ഷേത്രദർശനം? ശരിക്കും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നത് ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ പരിപോഷിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങളും സന്താപങ്ങളും എല്ലാം ആ തൃശ്ശേവടികളിലേക്ക് സമർപ്പിക്കുവാനും എൻ്റെ മനോവിധ ഷെയർ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ, അതിന് പരിഹാരം നൽകുവാൻ ഒരു ശക്തി സർവ്വതാ എന്നെ പരിപാലിക്കുവാനുണ്ട് എന്ന വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുവാനും വേണ്ടിയിട്ടല്ലേ ക്ഷേത്രദർശനം നടത്തുന്നത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗം തന്നെയാണ് ക്ഷേത്രദർശനം. അങ്ങനെയാകുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സമയം കണ്ടെത്തി ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ എപ്രകാരമായിരിക്കണം നമ്മൾ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെ തൊഴേണ്ടത്? ക്ഷേത്ര ദർശനം എപ്രകാരമായിരിക്കണം പൂർത്തീകരിക്കേണ്ടത്? സജ്ജനങ്ങൾ ഇരുഭാഗത്തു നിന്ന് വേണം തൊഴേണ്ടത് എന്ന്. എന്തായിരിക്കും ഇതിന് കാരണം? അനവധിയായ കാരണങ്ങളുണ്ട്. മേൽശാന്തിക്ക് നേദ്യവുമായി കടന്നു പോകണം, പൂജാതി കർമ്മങ്ങൾ തടസ്സമില്ലാതെ പൂർത്തീകരിക്കണം, അതോടൊപ്പം തന്നെ പിന്നെ നിൽക്കുന്ന സജ്ജനങ്ങൾക്ക് ദർശനം ദൃശ്യമാകണം. ഇനിയും അത് മാത്രമാണോ കാരണം? അത് മാത്രമല്ല കാരണം എന്ന് നമ്മുടെ പൂർവികർ പറയുന്നു. ക്ഷേത്ര ആരാധന സമ്പ്രദായ പ്രകാരം ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ശ്രീകോവിലിലെ ചൈതന്യമൂർത്തിയിൽ നിന്ന് ആ തിരുബിംബത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന അനുഗ്രഹ കിരണങ്ങൾ അല്ലെങ്കിൽ കാന്തിക തരംഗങ്ങൾ സർപ്പാകൃതിയിലാണത്രേ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർ ഏകദേശം ഒരു 30 ഡിഗ്രി ചരിഞ്ഞു നിന്ന് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ. വിഗ്രഹത്തിനെ നേരെ നിൽക്കുവാനോ കുറുകെ നിൽക്കുവാനോ പാടുള്ളതല്ല. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ളതാണ്. ഈ ശരീരം നമ്മൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകുമ്പോൾ ഈ ശരീരം പഞ്ചഭൂതങ്ങൾക്ക് മടക്കി കൊടുത്ത് വന്ന ആത്മാവ് മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളാൽ രൂപീകരിക്കപ്പെട്ട ഈ ശരീരത്തിന് ആ പഞ്ചഭൂതങ്ങളുടെ നിരന്തരമായ സാന്നിധ്യവും ശക്തിയും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ആരാധനാ വിധി പ്രകാരം നമ്മൾ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തപ്പെട്ടാൽ ഇരുകാലുകളും ചേർത്തും കയ്യിലെ വിരലുകൾ പരസ്പരം കൂട്ടിമുട്ടിച്ച് താമര മൊട്ടിന്റെ ആകൃതിയിലാക്കി ഉള്ളിൻ്റെ ഉള്ളിലെ ചൈതന്യം തന്നെയാണ് ഈ തിരുവിഗ്രഹത്തിൽ കുടികൊള്ളുന്നതെന്നും സജ്ജനങ്ങളുടെ പ്രാർത്ഥനയാലും പൂജാതി കർമ്മങ്ങളാലും കലശാഭിഷേകത്താലും ചൈതന്യവത്തായിരിക്കുന്ന ഈ തിരുവിഗ്രഹത്തിലെ ആ എനർജി എൻ്റെ ശരീരത്തിലേക്ക് എത്തപ്പെട്ട് എൻ്റെ ശരീരത്തിലെ സർവ്വവിധമായ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കണം, ശരീരത്തിൽ പ്രാണോർജം പരിപൂർണമായ തോതിൽ പ്രകടമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കണ്ണുകൾ അടച്ച് ഭക്തിനിർഭരമായ രീതിയിൽ വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് നമ്മളോട് പറയുന്നു, ഇരു കൈവിരലുകളും കൂട്ടിമുട്ടിച്ച് താമരപൊട്ടിന്റെ ആകൃതിയിൽ പിടിക്കണം, കണ്ണുകൾ പ്രാർത്ഥനാനിർഭരമായ മനസ്സോടുകൂടി അടക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണോർജം ശക്തിമത്തായ രീതിയിൽ ശരീരമാസകലം വ്യാപിക്കും. കൈവിരലുകൾ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്നതിനാൽ ആ പ്രാണോർജ ചംക്രമണം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനെ പുഷ്ടിപ്പെടുത്തത്തക്ക രീതിയിലാണ് ക്ഷേത്ര വിഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ചൈതന്യത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇരു കൈകളിലെയും വിരലുകൾ കൂട്ടിമുട്ടിക്കേണ്ടതുണ്ടോ? ഒരു കൈയിൽ ഫോൺ ഉള്ളപ്പോഴും ബാഗ് ഉള്ളപ്പോഴും ഞങ്ങൾക്ക് എങ്ങനെ 2 കൈയും കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നത്? പലരും ഇന്ന് അരക്കൈയും മുക്കക്കൈയും കൊണ്ടൊക്കെയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. അരക്കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് തന്നെ തൊഴുന്നവരെ എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഉത്തരം ഗോപികമാരോട് പറയുന്ന രീതിയിൽ നമ്മൾക്കായി പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഭാഷ്യത്തിൽ അഭിപ്രായത്തിൽ ഒരു കൈ കൊണ്ട് തന്നെ തൊഴുന്നവന്റെ മറുകൈ അറക്കണം എന്നതാണ് വിധി. ഇത് ഭഗവാൻ പറയുന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആരും ഓർക്കാറില്ല. ഒരു കൈയിൽ ഫോണും ഒരു കൈയിൽ ബായും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെയുള്ള ഏതോ അരക്കയ്യോ മുക്കാക്കയ്യോ കാക്കയ്യോ കൊണ്ടൊക്കെയാണ് പലപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുന്നത്. അതിനാൽ തന്നെ പൂർണ്ണമായ ഗുണം ലഭിക്കുന്നില്ല. അപ്പോൾ ഇരു കൈകളും പരസ്പരം താമരപൊട്ട് പോലെ ചേർത്ത് പിടിക്കണം എന്ന് പറയുവാനുള്ള കാരണം, പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന കൈകളിലെ ചെറുവിരലുകളിലൂടെ പൃഥ്വീശക്തി ശരീരത്തിലേക്ക് പൂർണ്ണമായ തോതിൽ പ്രവഹിക്കും. അതേ സമയത്ത് തന്നെ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന മോതിര വിരലുകളിലൂടെ ജലശക്തി പൂർണ്ണമായ രീതിയിൽ അതിൻ്റെ ചംക്രമണത്തെ പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന നടുവിരലുകളിലൂടെ അഗ്നിശക്തി പൂർണ്ണമായ രീതിയിൽ ശരീരത്തിലേക്ക് എത്തപ്പെടും. അങ്ങനെയെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന ചൂണ്ടുവിരലുകളിലൂടെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്നത് വായുശക്തിയും പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന പെരുവിരലിലൂടെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്നത് ആകാശ ശക്തിയുടെ പൂർണ്ണതയാണ്. അപ്പോൾ എന്തിനാണ് ഈ 5 ശക്തികളെ നമ്മൾ ശരീരത്തിലേക്ക് പൂർണ്ണമായി എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറയാനുള്ള കാരണം, നേരത്തെ സൂചിപ്പിച്ചു, ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ആയതിനാൽ തന്നെ പഞ്ചഭൂത നിർമ്മിതമായ അല്ലെങ്കിൽ പഞ്ചഭൂതദായകമായ ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തണമെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ അനുഗ്രഹവും അവരുടെ സാന്നിധ്യവും അത്യന്താപേക്ഷിതമാണ്.
ചെറു വിരലുകളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പൃഥ്വി ശക്തി ശരീര ബലത്തെ പ്രദാനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ മോതിര വിരലുകളിലൂടെ ശരീരത്തിലേക്ക് പൂർണ്ണമായ രീതിയിൽ പ്രസരിക്കുന്ന ജലശക്തി നമ്മൾക്ക് പ്രാണവികാര ബലവും അതോടൊപ്പം ശരീരത്തിലെ രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്തുന്നതിനും നിർണായകമായ ഊർജത്തെ പ്രദാനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന നടുവിരലിലൂടെ പ്രസരിക്കുന്ന അഗ്നിശക്തി മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നു, അതിന് ദൃഢത നൽകുന്നു, ബുദ്ധിയെ ഉത്തമമായ തലത്തിലേക്ക് എത്തിച്ച് മനോബുദ്ധിക്ക് ഉത്തമകരമായ പ്രചോദനത്തെയാണ് അത് പ്രദാനം ചെയ്യുന്നത്. അതേ സമയത്ത് തന്നെ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന ചൂണ്ടുവിരലിലൂടെ പ്രസരിക്കുന്ന വായുശക്തിയാകട്ടെ ബോധബലത്തെയും ശരീരത്തിന് ഉന്മേഷത്തെയും ദീർഘമായ ശാന്തിയെയും സ്വസ്ഥതയെയും പ്രദാനം ചെയ്യത്തക്ക തരത്തിലേക്ക് മാറപ്പെടുന്നു. എങ്കിൽ പരസ്പരം കൂട്ടിമുട്ടിയിരിക്കുന്ന പെരുവിരലുകളിലൂടെ ശരീരത്തിലേക്ക് എത്തപ്പെടുന്ന ആകാശശക്തി ആത്മബലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ഈ ആത്മബലം നമ്മൾക്ക് ഏത് കർമ്മങ്ങളിലും ശുഭാപ്തി വിശ്വാസത്തെ വെച്ച് പുലർത്തുവാനും ഞാൻ പരാജിതനല്ല, അചലനല്ല, അബലനല്ല, ആശ്രയമറ്റവനല്ല എന്ന ബോധത്തെ ഊട്ടി ഉറപ്പിക്കുവാനും വളരെയേറെ ഗുണപ്രദമായി മാറാം. അപ്പോൾ സ്വാഭാവികമായും മാനസികമായി ഒരുപാട് പരിവർത്തനം നടത്തേണ്ട സന്ദർഭമാണ് ക്ഷേത്ര ദർശനം. കേവലം ശാരീരികമായ ഒരു ഉന്മേഷം മാത്രമല്ല, ആന്തരികമായ അനവധിയായിട്ടുള്ള ഉന്മേഷങ്ങൾ അതിലൂടെ ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പാർക്കിലും ബീച്ചിലും പോകുന്ന രീതിയിൽ അലസതയോടുകൂടിയോ അല്ലെങ്കിൽ അനാവശ്യമായ തിക്കും തിരക്കും കാട്ടി വഷളാക്കേണ്ടതോ ആയ സന്ദർഭമോ സാഹചര്യമല്ല ക്ഷേത്ര ദർശനം. ആയതിനാൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അതിനായി ഒരു 10-15 മിനിറ്റ് തീർച്ചയായും മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ ക്ഷേത്ര ദർശനം കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ക്ഷേത്ര ദർശനം തന്നെ ഒരു വഴിപാടായി പലപ്പോഴും മാറപ്പെടാം. അത് കേവലം ഒരു ചടങ്ങായിട്ടോ സാധാരണ പ്രവൃത്തിയായി മാത്രമേ ഉള്ള പ്രയോജനത്തെ പ്രദാനം ചെയ്യുകയുള്ളൂ. ആയതിനാൽ ക്ഷേത്ര ദർശനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടാകണം, എൻ്റെ ശരീരത്തിന് അത് ഓജസ്സിനെയും തേജസ്സിനെയും പ്രദാനം ചെയ്യണം, എനിക്ക് മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ലഭിക്കണം, എന്നെ ഞാനാക്കി നിർത്തിയിരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിലെ പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനത്തെ പുഷ്ടിപ്പെടുത്തണം, അതിന് വേണ്ടിയാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും തന്ത്രിയാലും പൂജാരികളാലും പൂജിക്കപ്പെട്ട് ഉജ്ജ്വലകരമായ തലത്തിലേക്ക് എത്തപ്പെട്ടുള്ളതുമായ അതിനുമപ്പുറം സജ്ജനങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയാൽ പുഷ്ടിപ്പെട്ടിട്ടിരിക്കുന്നതുമായ ആ വിഗ്രഹത്തിൽ നിന്നുള്ള ഐശ്വര്യവും കൂടി എന്നിലേക്ക് പ്രവഹിക്കുന്നതോടുകൂടി എൻ്റെ ജീവിതവും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ പ്രവർത്തന പഥവും കൂടുതൽ കൂടുതൽ വിജയപ്രദമായ തലത്തിലേക്ക് മാറണമേ ഭട്ടവത്സരനായ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ക്ഷേത്ര ദർശനം അതിൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. ഇരു കൈകളും തൊഴുതുപിടിച്ച് പരസ്പരം ഇരു കൈകളിലെയും വിരലുകൾ കൂട്ടിമുട്ടിച്ച് താമര മുട്ടിന്റെ ആകൃതിയിൽ പിടിച്ചുകൊണ്ട് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ രണ്ട് കൈകളെയും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന് ദേഹത്തിന്റെയും മറ്റൊന്ന് ദേഹിയുടെയും പ്രതിരൂപങ്ങളും പ്രതീകങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇരു കൈകളും ചേർത്ത് പിടിച്ച് ഭക്തിയോടുകൂടി ആ തിരുവിഗ്രഹത്തിലെ ചൈതന്യവും എൻ്റെ ശരീരത്തിൽ തന്നെ പൂർണ്ണമായ രീതിയിൽ പ്രവഹിക്കുന്നതും പൂർണ്ണതയിലേക്ക് എത്തപ്പെടുന്ന പഞ്ചഭൂതങ്ങളുടെ ദിവ്യമായ സാന്നിധ്യവും ശക്തിയും സർവേശ്വര ഈ ക്ഷേത്ര ദർശനത്തിലൂടെ എന്നിലേക്ക് എത്തപ്പെടണമേ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കൂ. തീർച്ചയായും ക്ഷേത്ര ദർശനം സുഹൃത്തെ പ്രദാനം ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകോടി പ്രണാമം.